നന്ദാസ് ടാങ്കി ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു തീയലാണ്. തീയൽ മറ്റൊന്നും കൊണ്ടല്ല, മുളക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം മുളക് തീയൽ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് മുളക് അരിഞ്ഞെടുക്കണം. മുളകെന്ന് പറയുമ്പോൾ നമ്മൾ പച്ചമുളകോ അങ്ങനെയുള്ള മുളകൊന്നുമല്ല, നമ്മൾ ഈ ബജ്ജി ഉണ്ടാക്കുന്ന വലിയ ബനാന ചില്ലിയാണ് വേണ്ടത്. പിന്നെ ഒരു ചെറിയ സവോള കൂടി വേണം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഈ മുളക് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതായിട്ടല്ല, ഒരു ഇടത്തരം വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ സവോള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം. മുളക് 5 മുളക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വഴറ്റിയെടുക്കണം. മുളക് വഴന്നു വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തീയലിനുള്ള തേങ്ങ വറുത്തെടുക്കാം. ഇപ്പോൾ 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം. തേങ്ങ ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കാതെ നോക്കണേ. കുറച്ച് എണ്ണയുടെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒരു 1/4 ഭാഗം മൂപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ആയാലും മതി. മല്ലി ചേർത്ത് കൊടുത്ത ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാകും. അതുകൊണ്ട് ഞാനിപ്പോഴും വറക്കുമ്പോൾ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലി ആയിട്ടില്ലെങ്കിൽ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ആകുമ്പോൾ അവസാനം ഇട്ട് കൊടുത്ത് വറുത്തെടുത്താൽ മതി. ഫ്ലെയിം സിമ്മിൽ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും. ഇനി മുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കാശ്മീരി ചില്ലി ഇടുന്നുള്ളൂ. ബജിമുളകാണെങ്കിലും നമ്മുടെ മുളകിന് അത്യാവശ്യം ചെറിയ എരിവൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു എരിവ് മതി. ഇനി നിങ്ങൾ നല്ല എരിവ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഒരു മിനിമം എരിവേ ഉണ്ടാവുള്ളൂ, കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ തീയലിൻ്റെ കൂട്ടൊക്കെ പല നാട്ടിലും പലതായിരിക്കും കേട്ടോ. ചിലപ്പോൾ ചില നാട്ടിലൊക്കെ ഇതിൽ ഉലുവ ഇടും, ചിലയിടത്ത് മല്ലി ഇടില്ല, വെളുത്തുള്ളി ഇടും, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വയ്ക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. ആ തീയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് ഇപ്പോൾ ഇതിൽ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ തീയലിനുള്ള തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നന്നായി അരച്ചെടുക്കണം. അതിനു മുമ്പ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ കുറച്ച് പുളി വെള്ളത്തിലിട്ടാൽ ഒരു ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിടുന്നുണ്ട്. മുളക് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത തേങ്ങ നന്നായി അരച്ചത് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും പിന്നെ പുളി പിഴിഞ്ഞതും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര ചേർക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നിങ്ങൾ ഇതുവരെ തീയലിന് ഇങ്ങനെ മധുരം ചേർത്തിട്ടില്ലെങ്കിൽ കുറച്ചെടുത്തൊന്ന് ചേർത്ത് നോക്കിക്കോളൂ, നല്ലതാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ മാത്രം മുഴുവനിലൂടെ ചേർത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച എണ്ണ മുകളിൽ തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് എണ്ണ മുകളിൽ തെളിഞ്ഞു വന്നു, ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുളക് തീയൽ എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.